ഹായ്, അപ്പോൾ എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കരിയറിന് വേണ്ടിയിട്ട് റീഡിംഗ് ആണ് ചെയ്യാൻ പോണത്. നിങ്ങളുടെ കരിയറിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഉണ്ട്, അതല്ലച്ച ബിസിനസ്സിൽ പ്രശ്നങ്ങളുണ്ട്, ഒന്നും മുമ്പോട്ട് പോകണില്ല, ജോലി കിട്ടണില്ല, അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടെച്ചാൽ ഈ റീഡിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു പിക്ക് എ കാർഡ് റീഡിംഗ് ആയിരിക്കും. ഞാൻ 3 സിറ്റുവേഷൻസ് ആണ് എടുക്കാൻ പോണത്. ഫ്യൂച്ചർ എനർജി. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാർഡാണ് വേണ്ടച്ചാൽ പിക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണമെച്ചാൽ ഈ വീഡിയോ കുറച്ച് നേരം പോസ് ചെയ്തിട്ട് മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടെച്ചാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, മെഡിറ്റേറ്റ് ചെയ്യാം. ആൻഡ് ഏത് കാർഡാണ് നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്യണം വെച്ചാൽ ആ കാർഡ് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്നു 3 കാർഡ്സ്. ഓക്കെ, കാർഡ് നമ്പർ 1 ഇതാണ്, കാർഡ് നമ്പർ 2 ആൻഡ് ഇതാണ് കാർഡ് നമ്പർ 3. അപ്പോൾ നിങ്ങൾക്ക് വേണമെച്ചാൽ ഇപ്പോൾ വീഡിയോ പോസ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്തിട്ട് റെഡി ആവുമ്പോൾ പ്ലേ പ്രസ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഏത് കാർഡാണ് വെച്ചാൽ അത് ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. നിങ്ങൾ കാർഡ് നമ്പർ 1 ആണ് ചൂസ് ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട് ഫ്യൂച്ചർ എന്താണ് മെസ്സേജ്. ഫ്യൂച്ചർ വരാൻ പോണത് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഓക്കെ, അപ്പോൾ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു വെരി എന്താ പറയുക, കുറേ സ്റ്റേബിലിറ്റിയുടെ എനർജിയാണ്. ഇത് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സും ചോയ്സസൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിലാണ് അത് ബെനിഫിറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു ബിസിനസ് പേഴ്സൻ്റെ എനർജിയും ആവാം. അപ്പോൾ നിങ്ങൾ എസ്പെഷ്യലി ബിസിനസ്സിലാണ് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ കുറേ സ്റ്റെബിലിറ്റി വരാൻ പോകുന്നുണ്ട്. ഇല്ല വെച്ചാൽ നിങ്ങളൊരു ജോലിയിലാണ് വെച്ചാൽ നിങ്ങളോട് യൂണിവേഴ്സ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനാണ് പറയണത്. ജോലി അല്ലാണ്ട് വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട് വെച്ചാൽ അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഫ്യൂച്ചറിൽ കിട്ടും. ഇപ്പോൾ നിങ്ങൾ കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഫേവറിൽ നടക്കുന്നുണ്ടാവില്ല, പക്ഷേ ഫ്യൂച്ചർ നിങ്ങൾക്ക് കുറേ സ്റ്റേബിളാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജിയാണ്. അപ്പോൾ ഈ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ മെസ്സേജ് വന്നിരിക്കണേ. അപ്പം 9 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിഷസ് ഒക്കെ ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. എസ്പെഷ്യലി ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ നിങ്ങളുടെ ചില ഗോൾസ് ഉണ്ടാവും, നിങ്ങളുടെ ചില വിഷസ് ഉണ്ടാവും. അതൊക്കെ നിങ്ങളുടെ വേഗം വിഷ് ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഫ്യൂച്ചറിൽ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് വീട് വാങ്ങിക്കാനുള്ള പ്ലാൻ ഉണ്ട് വെച്ചാൽ അതും ഞാനിവിടെ കാണുന്നുണ്ട്. ഓക്കെ, പുതിയൊരു വീട് വാങ്ങിക്കണ എനർജി ഉണ്ട് ഇവിടെ. അതല്ല വെച്ചാൽ എന്തോ പ്രോപ്പർട്ടിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് വെച്ചാൽ അതിൽ കുറേ സക്സസ് ഉണ്ടാവും എന്നാണ് ഞാൻ കാണുന്നത്. മൂൺ എനർജി കുറേ ആങ്സൈറ്റിയുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് കുറേ ആങ്ഷ്യസ് ആയിരിക്കും, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പേടി ഉണ്ടാവും മനസ്സിലത് ഇത് വർക്കൗട്ട് ആവോ ഇല്ലേന്ന്. പക്ഷേ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് ആങ്ഷ്യസ് ആവേണ്ട ആവശ്യമില്ല. സെക്കൻഡ്ലി എന്താ വെച്ചാൽ എല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്യുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം സൈൻ ചെയ്യുക. എന്താ വെച്ചാൽ ഈ സമയത്ത് നിങ്ങൾക്ക് അത്ര ക്ലാരിറ്റി ഇല്ല, ഒരു കാര്യത്തിലും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. എന്താ വെച്ചാൽ മനസ്സിൽ കുറേ ഈ പറഞ്ഞ മാതിരി ആങ്സൈറ്റി ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ മിസ് ഔട്ട് ആവും. നിങ്ങൾ സൂക്ഷിക്കാണ്ട് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്താൽ അത് ചിലപ്പോൾ കുറച്ച് ഡിലേസ് കൊണ്ടുവരും. നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനിൽ ഫ്യൂച്ചർ സിറ്റുവേഷനിലേക്ക് ചില ബ്ലോക്സ് കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സൈൻ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് സൂക്ഷിച്ചിട്ട് വേണം. അത് ഡബിൾ ചെക്ക് ചെയ്യണം, എല്ലാം സൈൻ ചെയ്യണം മുമ്പേ ശരിക്കും വായിക്കണം. ഇല്ല വെച്ചാൽ ലോയറുടെ കൂടെ ഇരുന്നിട്ട് വേണം, എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം സൈൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ പോകണത് നവംബർ എസ്പെഷ്യലി മാസത്തിൽ നമ്മൾ മെർക്യൂറി റെട്രോഗ്രേഡ് ഫേസിലാണ് എൻ്റർ ചെയ്യാൻ പോണത്. ആ സമയം ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനുള്ള സമയമാണ്. ഓക്കെ, ഈ ഹിഡൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാണ്ട് സൈൻ ചെയ്താൽ അത് പിന്നെ പ്രശ്നമാവും. ആൻഡ് ആ സമയം നവംബർ മാസം ഞാൻ നിങ്ങളോട് ഒരു സൈൻ ചെയ്യരുതെന്ന് പറയും. ഞാൻ അങ്ങനെ ആണ് അഡ്വൈസ് തരാൻ പോണത്. എന്താ വെച്ചാൽ നവംബർ മാസം കുറച്ചൊരു ഡിഫിക്കൾട്ട് സമയമാണ്. അപ്പോൾ ഒക്ടോബറിൽ എന്തെങ്കിലും സൈൻ ചെയ്യണം, ഇല്ല വെച്ചാൽ കോൺട്രാക്റ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം വെച്ചാൽ ഈ മാസം നല്ലതായിരിക്കും. അതല്ല വെച്ചാൽ ഡിസംബർ മാസവും നല്ലതാണ്. പക്ഷെ നവംബർ
പറ്റുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അതാണ് ഞാൻ കാണുന്നത്. ചില ഹിഡൻ കാര്യങ്ങളൊക്കെ ചില എന്താ പറയുക കോൺട്രാക്റ്റിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കില്ല, പക്ഷെ അത് പിന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുക അതൊരു ക്ലോസ് ആയിരുന്നു, ഇമ്പോർട്ടൻറ്റ് ക്ലോസ് ആയിരുന്നു എന്ന്. അപ്പോൾ അത് മാത്രം സൂക്ഷിക്കുക. ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൈറ്റ് ഓഫ് വോൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഔട്ട്കമിൽ ഞാൻ പാഷനാണ് കാണുന്നത്. കുറച്ചൊരു അൺസ്റ്റേബിൾ എനർജീസ് ഉണ്ട്, ട്രാവലിൻ്റെ കുറേ എനർജീസ് ഉണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾ കുറേ ട്രാവൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഞാൻ കാണുന്നത് മൊത്തം ഞാൻ പറഞ്ഞ മാതിരി ഫ്യൂച്ചറിൽ, ലോങ് ടേം ഫ്യൂച്ചറിൽ കുറേ സ്റ്റെബിലിറ്റി വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് കുറേ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, ക്യാൻസർ, പൈസീസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെക്കൻഡ് കാർഡ്, നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ സെക്കൻഡ് കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ സെക്കൻഡ് കാർഡിൽ സ്ട്രെങ്ത് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ സ്ട്രെങ്ത് എനർജി ഇൻഡിക്കേറ്റ് ചെയ്യണത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു ഡിസിഷൻ എടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ മനസ്സിൽ കുറേ ഡൗട്ട്സ് ഉണ്ടാവും ഇത് എടുക്കണോ വേണ്ടേന്ന്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഒരു ബോൾഡായി ഡിസിഷൻ എടുക്കാനുള്ള സമയമായിരിക്കണം. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഓൾറെഡി ലൈഫിൽ ചില ചാലഞ്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യണത് എന്താ വെച്ചാൽ ഈ സമയം കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കാം, പക്ഷേ നിങ്ങളത് ഓവർകം ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സ്ട്രെങ്ത് എനർജി എന്താണ് ഇവിടെ മെസ്സേജ് പറയണത്? അപ്പോൾ 2 of Wands ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ 2 of Wands ഫ്യൂച്ചർ പ്ലാനിങ് ആണ്. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഈ സമയം ചില ബ്ലോക്സ് ഉണ്ടാവും, ചില കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യില്ല, പക്ഷേ ഫ്യൂച്ചറിലേക്ക് നോക്കി പ്ലാൻ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ടെമ്പററി സെറ്റ് ബാക്സ് ആണ്. ഫ്യൂച്ചറിൽ നിങ്ങൾ നല്ല പോലെ ഈ സമയം യൂസ് ചെയ്ത് പ്ലാൻ ചെയ്ത് റീസേർച്ച് ചെയ്ത് ആക്ഷൻ എടുത്താൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്കത് ഡെഫിനറ്റ്ലി ഒരു പോസിറ്റീവ് വേ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ 6 of Pentacles ആണ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരുടെ ഹെൽപ്പ് എടുക്കുക. ഇവിടെ ലോണിൻ്റെ എനർജി കാണാണ്ട്, അപ്പോൾ ലോൺ അപ്ലൈ ചെയ്യേണ്ട വെച്ചാൽ അതും പാസ്സാവും. പക്ഷേ വേറെ ആൾക്കാരുടെ ഹെൽപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ചാലഞ്ചിങ് ഫേസിനെ ഓവർകം ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ഇല്ല വെച്ചാൽ ഫാമിലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഹെൽപ്പിൻ്റെ കൂടെ മുമ്പോട്ട് പോവാം. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് 10 of Wands ആണ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾ ക്യാരി ചെയ്യണ ബാഗേജ്, ബേർഡൻസ് ഒക്കെ റിലീസ് ചെയ്യാനാണ് പറയണത്. നിങ്ങളുടെ മനസ്സിൽ കുറേ ഇഷ്യൂസ്, ബാഗേജ് ഉണ്ടാവും, പറഞ്ഞാൽ ഇമോഷണൽ ബാഗേജ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, പക്ഷെ അതൊക്കെ ഇപ്പോൾ തീരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു വെരി ഡിഫിക്കൾട്ട് സൈക്കിളിൻ്റെ എൻഡിലേക്ക് എത്തിക്കണു. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇപ്പോൾ വരാൻ പോകുന്ന സമയം ഒരു നല്ല പോസിറ്റീവ് സമയമായിരിക്കും. അപ്പോൾ ഔട്ട്കം നിങ്ങളുടെ എന്താ വെച്ചാൽ 5 of Pentacles ആണ്. അപ്പോൾ ഔട്ട്കമിൽ ഞാൻ കുറച്ചൊരു ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആണ് കാണുന്നത്. നിങ്ങൾ ഈ സമയത്ത് കുറേ ഒരു സെൽഫ് കോൺഫിഡൻറ്റ് ആയിരിക്കില്ല. എന്താ വെച്ചാൽ ഇത്രയും ചാലഞ്ചസ് ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു പേടി ഉണ്ടാവും, ഞാൻ പറഞ്ഞ മാതിരി ഒരു ആങ്സൈറ്റി ഉണ്ടാവും. പക്ഷേ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഈ ഫേസിന് നിങ്ങൾ ഓവർകം ചെയ്യും. ഓക്കെ, 5 of Pentacles ചില സമയത്ത് ലോസിൻ്റെ എനർജിയും ആവാം. അപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് ചിലവൊക്കെ കൺട്രോൾ ചെയ്യാൻ നോക്കുക. അതുമാത്രമല്ല ചില ഇൻവെസ്റ്റ്മെൻറ്റ്സും ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യാത്ത എനർജിയും കാണാണ്ട്. പക്ഷേ അത് ഞാൻ പറഞ്ഞ മാതിരി ബോൾഡ് ഡിസിഷൻസ് എടുത്താൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷന് പുറത്തു വരാൻ സാധിക്കും. മൂന്നാമത്തെ കാർഡിൽ ഞാൻ കാണുന്നത് കിങ് ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ കിങ് ഓഫ് സോഡ്സ് ഒരു പ്രാക്ടിക്കൽ പേഴ്സൻ്റെ എനർജിയാണ്. യൂണിവേഴ്സ് നിങ്ങളോട് പ്രാക്ടിക്കലി ആണ് ഡിസിഷൻസ് എടുക്കാൻ പറയണത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണത് എല്ലാം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായി കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ചിലവർ കുറച്ചൊരു പ്രാക്ടിക്കൽ അല്ലാണ്ട് എക്സ്പെക്റ്റേഷൻസ് വെക്കുമ്പോഴാണ് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവണേ. നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കം വരുന്നുണ്ട്, ഒരു വലിയ ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. ഞാൻ കാണുന്നത് എസ്പെഷ്യലി കരിയറിൽ വലിയ ചേഞ്ചസ് ഉണ്ട്. എന്തോ എൻഡായിട്ടൊരു പുതിയ തുടക്കം വരാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു ഫീലിംഗ് ഉണ്ട് സ്റ്റാഗ്നേഷൻ്റെ, പക്ഷേ അതും നിങ്ങളുടെ മെൻറ്റൽ എനർജിയാണ്. നിങ്ങൾ ആക്ച്വലി സ്റ്റാഗ്നൻ്റ് അല്ല. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കുറേ സ്റ്റാഗ്നേഷൻ ഉണ്ട്, പക്ഷെ അങ്ങനെയല്ല സിറ്റുവേഷൻ. ഔട്ട്കം നിങ്ങളുടെ 10 of Swords ആണ്. അപ്പോൾ 10 of Swords ഒരു എൻഡിങ്ങിൻ്റെ എനർജിയാണ്, ഒരു ബിട്രിയലിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് കുറേ ബിട്രിയൽ ഫീൽ ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ കുറേ ഒരു എൻഡിങ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈ സിറ്റുവേഷൻ തീർന്നു ഓൾറെഡി. ഇപ്പോൾ നിങ്ങളിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരാൻ പോണ സമയം ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് അതൊരു വലിയ ചേഞ്ചാണ് കൊണ്ടുവരണം നിങ്ങളുടെ ലൈഫിൽ, ഒരു പോസിറ്റീവ് ചേഞ്ച്. പക്ഷേ ഈ പോസിറ്റീവ് ചേഞ്ചിലും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ട് വേണം
ഡിസിഷൻസ് എടുക്കുക, ഇമോഷൻസിനെ കുറച്ച് ഡിസ്കണക്ട് ചെയ്യുക. എന്താ വെച്ചാൽ ഇതിൽ പ്രാക്ടിക്കൽ ആയാലേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് കുറേ എയർ സൈൻസ് ആണ്. അക്വേറിയസ്, ലീബ്ര, ജെമിനി ഉണ്ട് ആൻഡ് സ്കോർപ്പിയോ എനർജി ഉണ്ട്. കാർഡ് നമ്പർ 2 ഞാൻ കാണുന്നത് മിക്സ്ഡ് ആണ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, ലിയോ ഉണ്ട് ആൻഡ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഒറക്കിൾ മെസ്സേജ് എടുക്കാം. എന്താണ് ഒറക്കിൾ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? കാർഡ് നമ്പർ 1 ചൂസ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒറക്കിൾ മെസ്സേജ് എന്താ വെച്ചാൽ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട് വെച്ചാൽ ഹെൽപ്പ് ചോദിക്കുക. സെക്കൻഡ് ലോട്ട് ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഹെൽപ്ഫുൾ പീപ്പിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വേണ്ട മാതിരി ഹെൽപ്പ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കണം ആൻഡ് ഹെൽപ്ഫുൾ പീപ്പിൾ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ റെഡി ആവണ ആൾക്കാരുണ്ട്. മൂന്നാമത്തെ ലോട്ട് ചൂസ് ചെയ്ത ആൾക്കാർക്ക് നോട്ട് ദ റൈറ്റ് ടൈം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു ശരിയായ സമയമല്ല നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി ആ ഫീലിംഗ് ഇപ്പോൾ പറഞ്ഞ ആ സിറ്റുവേഷൻ ഓൾറെഡി എൻഡ് ആയിരിക്കണു. ഇപ്പോൾ നിങ്ങൾക്ക് ഹീൽ ചെയ്തിട്ട് മുമ്പോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയണത്. ആൻഡ് അതിന് വേണ്ടിയിട്ട് കുറേ പ്രാക്ടിക്കലായിട്ട് വേണം നിങ്ങൾ ഡിസിഷൻസ് എടുക്കുക. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണത് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്. പക്ഷേ മേ ബി ഈ സമയം നിങ്ങൾക്ക് ഒരു നല്ല ശരിയായ സമയം ആയിരിക്കില്ല. ശരിയായ സമയം ആവുമ്പോൾ എല്ലാം ശരിയാവും നിങ്ങളുടെ കരിയറിൽ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കുറച്ച് പേഷ്യൻ്റ്ലി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ കാർഡ് നമ്പർ 1, 2, 3 ഏതാണ് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ അത് കമൻസിൽ എഴുതി പറയുക. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണം നിങ്ങളുടെ പേഴ്സണൽ സിറ്റുവേഷന്, അതിൽ കൂടുതൽ ഇൻഫർമേഷൻ വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഒരു പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എൻ്റെ എല്ലാം ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ വീഡിയോനെ കമൻറ്റ് ചെയ്യുക വീഡിയോയിൽ. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ഈസി ആയിട്ട് ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിലും വീഡിയോസ് റെസൊനേറ്റ് ആവും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു. ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.